വർത്തമാന കേരളത്തിലെ ഏറ്റവും കൊടും കൃത്യമായി നമ്മൾ കണക്കാക്കുന്ന ചീനിക്കുഴി കൂട്ടക്കുരുതി കേസിൽ പ്രതി ഹമീദിന് നരാധമന് 4 ജീവനുകൾ ചുട്ടരിച്ച ക്രൂരന് ഇപ്പോൾ കോടതി ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 2022 മാർച്ചിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. വെറും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സ്വന്തം മകനെയും മരുമകളെയും അവരുടെ കൂടെ കിടന്നിരുന്ന 2 പിഞ്ചോപനകളെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അങ്ങേയറ്റം ക്രൂരമായി അത് കണ്ടുനിന്ന മനോവൈകൃതമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഹമീദ്. ആ വ്യക്തികളെ, ആ 4 പേരെ ചുട്ടെറിയുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ഒരു വഴിയും ഒരുക്കാത്ത രീതിയിൽ അയൽക്കാരെ പോലും തടഞ്ഞ ക്രൂരൻ നരാധമൻ അയാൾക്ക് വധശിക്ഷ വരുന്നു. ലാൽ, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് എന്താണ്? ആസൂത്രണമടക്കം തെളിയിക്കാനായിരുന്നോ? എത്ര സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത്? ഹമീദിന്റെ കുരുക്ക് ശരിക്കും മുറുക്കിയത് എന്താണ്? ആസൂത്രിതമാണ് ഈ കൃത്യമെന്ന കാര്യം കോടതിക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? സംഭവശേഷം ഓടി രക്ഷപ്പെടാൻ ഹമീദ് ഒരു ഘട്ടത്തിൽ പോലും ശ്രമിച്ചിരുന്നില്ല. ആദ്യ പ്രധാന സാക്ഷിയായ രാഹുൽ എത്തുന്ന സമയത്ത് രാഹുലിന്റെ കൺമുന്നിൽ നിന്നുകൊണ്ടാണ് ഹമീദ് ഈ പെട്രോൾ കുപ്പികൾ മുറിക്കകത്തേക്ക് വീണ്ടും എറിയുകയും ഈ തീ ആളിക്കത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തത്. അതിനുശേഷം നാട്ടുകാർ ഓടിക്കൂടുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഹമീദ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. തൊട്ടടുത്തൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി ഞാൻ ഇവരെ കൊന്നു എന്ന കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ആ സംഭവത്തിന് ശേഷം പോലീസിന് പിടികൊടുക്കണം, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്, നമുക്കിത് പരിഹരിക്കാം എന്ന് പറയുന്ന സമയത്ത് ആ വീട്ടിൽ നിന്നിറങ്ങി ഓടിയതിനു ശേഷമാണ് അഷ്റഫ് എന്ന് പറയുന്ന ബന്ധുവിനെ വിളിച്ച് കൊന്ന കാര്യം വെളിപ്പെടുത്തുകയും അതിനുശേഷം അവിടെ നിന്ന് പോവുകയാണ് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് കരിമണ്ണൂർ പോലീസ് ഇയാളെ ട്രേസ് ചെയ്തെത്തുകയും അയാളെ പിടികൂടുകയും ചെയ്തത്. അതിനോടകം തന്നെ തീ കെടുത്താൻ വേണ്ടി നാട്ടുകാരെല്ലാം ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊന്നും അതിന് അനുകൂലമായിരുന്നില്ല. തൊട്ടടുത്ത വീടുകളിലേക്ക് പോലും വെള്ളം കിട്ടില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കപ്പയും കയറും പോലും കിണറ്റിൽ നിന്ന് മാറ്റിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തീ കെടുത്താനായില്ല. പ്രാണരക്ഷാർത്ഥം ആ മുറിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ബാത്റൂമിലേക്കാണ് അവർ കയറിയത്. പക്ഷേ കഠിനമായ പുകയും തീ ആളിക്കത്തിയതോടുകൂടി അവർക്ക് അവിടെയും ജീവൻ നിലനിൽക്കാത്ത അവസ്ഥയുണ്ടായി. അകത്ത് വിഷപ്പുക എത്തിയിട്ടുണ്ട് എന്നുള്ളതും ശരീരത്തിന് സാരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിനുശേഷമാണ് വിശദമായ അന്വേഷണം ആരംഭിക്കുന്നത്. ഈ അന്വേഷണ സമയത്ത് ഇയാൾ എറിഞ്ഞ കുപ്പി കൂടാതെ വീടിന്റെ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ചു വച്ച പെട്രോൾ കുപ്പികൾ കൂടി അന്വേഷണ സംഘം കണ്ടെത്തി. ഏത് രീതിയിലാണ് കൊല നടത്തിയത് എന്നുള്ളത് അന്വേഷണ സംഘത്തോട് ഇയാൾ കൃത്യമായി പറയുകയും ചെയ്തു. 71 സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിച്ചിട്ടുണ്ട്. 83 തൊണ്ടിമുതലുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 1200 പേജുള്ള കുറ്റപത്രവും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് സയന്റിഫിക് എവിഡൻസ് ആണ്. പെട്രോൾ എങ്ങനെ കത്തി, പെട്രോൾ കത്തിയതിന്റെ അംശം ഏതെല്ലാം രീതിയിലായിരുന്നു, മാത്രമല്ല ഇയാളുടെ ശരീരത്തിലേറ്റ പൊള്ളൽ അത് പെട്രോൾ കുപ്പിയിൽ നിന്ന് ഇയാൾ രക്ഷിക്കാൻ പോകുമ്പോഴാണോ അല്ലയോ എന്നുള്ള കാര്യം പോലും ശാസ്ത്രീയമായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഹമീദും പ്രതിഭാഗവും ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതൊരു അസ്വാഭാവിക മരണമാണ് എന്നുള്ളതാണ്. ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ അവിടെ പെട്രോൾ കച്ചവടം നടത്തിയിരുന്ന ഒരാളാണ് ഫൈസൽ. ഷിബു എന്നാണ് ഫൈസലിന്റെ നാട്ടിൽ വിളിക്കുന്ന പേര്. അത്തരത്തിൽ ഫൈസൽ അവിടെ ഇല്ലീഗലായിട്ട് പെട്രോൾ കച്ചവടം നടത്തുന്നതിന് വേണ്ടി ബാറിൽ കൊണ്ടുവന്ന പെട്രോൾ കിടപ്പുമുറിയിലിരുന്ന ചെറിയ കുപ്പികളിലേക്ക് ആക്കുന്ന സമയത്ത് അവിടെ നിന്ന് അത് ചോർന്നു പോവുകയും തീ ആളിപ്പടരുകയും അവിടെ നിന്നുണ്ടായ ഒരു അപകടമാണ് ഈ മരണകാരണമായി മാറിയത് എന്നുള്ളതുമാണ് പ്രതിഭാഗം പറഞ്ഞത്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനയിൽ അത് അങ്ങനെയല്ല എന്ന കാര്യം കൃത്യമായി തെളിയിക്കാൻ കഴിയുകയുമുണ്ടായിരുന്നു. കാരണം അത്തരത്തിലൊരു ബാറിൽ അവിടെ നിന്ന് കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല, തെളിവെടുപ്പിന്റെ സമയത്ത് ഹമീദ് തന്നെ പുരയുടെ പല ഭാഗങ്ങളായി സൂക്ഷിച്ച പെട്രോൾ കുപ്പികൾ കൃത്യമായി കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഹമീദ് തന്നെയാണ് ഈ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. അതടക്കമുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. മാത്രമല്ല നിർണായകമായ സാക്ഷിമൊഴി എന്ന് പറയുന്നത് ഈ കേസിൽ രാഹുലിൻ്റെത് തന്നെയാണ്. അപൂർവമായ കേസാണെന്ന് പരിഗണിച്ചാണ് ഇപ്പോൾ വധശിക്ഷ നൽകിയിരിക്കുന്നത്. സ്വന്തം രക്തത്തിലുണ്ടായ മകനും മരുമകളും പേരക്കുട്ടികളും ഇത്തരത്തിൽ ചുട്ടെറിയുന്നത് കണ്ട് ആനന്ദം കൊണ്ടാടിയ മനോനിലയുള്ള ഒരു ക്രൂരൻ കൂടിയായിരുന്നു ഹമീദ്. ഹമീദിന് കിട്ടാവുന്ന ഏറ്റവും പരമമായ ശിക്ഷ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.